ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ലുലു മോളിൽ സ്കൈ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിന് കയറിയിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ലുലു മോളിൽ സ്കൈ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിന് കയറിയിരിക്കുകയാണ്. അയിനൂന് സ്കൂളിൽ നിന്ന് ഒരു ടിക്കറ്റ് കിട്ടി. അപ്പോൾ അവൾ അതിന് പോരണം എന്ന് പറഞ്ഞ പോകുന്നതാണ്, നമ്മളും കൂടെ പോകുന്നതാണ്. അതിന് പോരണം എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പേരൻസിനും കൂടെ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ടിക്കറ്റ് കൂടുതൽ ഞങ്ങൾ എടുത്ത് 150 രൂപേൻ്റെ 2 ടിക്കറ്റ് എടുത്ത്. അപ്പോൾ അയിനൂന് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെ എന്താ പരിപാടി എന്ന് അറിയാൻ വന്നതായിരുന്നു. ഇപ്പോൾ സ്കൈ ഫോൾസ് കുഴപ്പമില്ല, നമ്മൾ വന്നപ്പോൾ തന്നെ നൈസായിട്ടുള്ള ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടത് അടിപൊളിയായിരുന്നു. ഈവനിങ്ങിലാണ് വന്നത്. നയാഗ്ര ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടാക്കി വെച്ചതാണ്. എൻ്റെ പുറകിൽ കാണുന്നത് നയാഗ്ര ഫോൾസ് ആണ്. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച നയാഗ്ര ഫോൾസ് ആണ്. അപ്പോൾ വെക്കേഷനിലൊക്കെ കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ചില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്പോട്ടാണ്. അവിടുത്തെ ഫുള്ള് കാഴ്ചകൾ നമുക്ക് കാണാം. ഇതായിരുന്നു അയിനൂന് സ്കൂളിൽ നിന്ന് കിട്ടിയ ടിക്കറ്റ്. ഇതിപ്പോൾ സ്കൂളിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ കിട്ടിയതാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോഴേ നമ്മൾ തോന്നിയിരുന്നു എന്തെങ്കിലും ഒരു പണി ഇതിൻ്റെ ബാക്കിൽ വരാനുണ്ട് എന്ന്. അങ്ങനെ ലുലു മോളിൽ നമ്മൾ ഷോയ്ക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി ഏറ്റവും റൂഫ് ടോപ്പിലാണ് ഈ ഷോ നടക്കുന്നത്. ഏറ്റവും ടോപ്പിൽ 2nd ഫ്ലോറിൽ ഈ കുട്ടികളുടെ ഗെയിമൊക്കെ നടക്കുന്ന സ്ഥലത്താണ്, ഫുഡ് കോർട്ടിൻ്റെ അടുത്താണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അഡീഷണലായിട്ട് 2 ടിക്കറ്റും കൂടെ എടുക്കണം. ഇവർക്ക് മാത്രമേ ഫ്രീ ഉണ്ടായിരുന്നുള്ളൂ, അത് ഫ്രീ പാസ്സാണ്. ഇപ്പോൾ നമുക്ക് 150 രൂപേൻ്റെ 2 ടിക്കറ്റും കൂടെ എടുക്കണം. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ എടുത്തപ്പോൾ 300 രൂപയായി. ഇപ്പോൾ സ്കൈ ഫോൾ എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ടിക്കറ്റ് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രി. അങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മൾ അകത്തേക്ക് കയറുമ്പം തന്നെ അവിടെ ഫ്രണ്ടിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ലേസർ ഷോയാണ്. ഫോൺ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിൻ്റെ ക്യാമറ അടിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു ലേസർ ഷോയിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ എത്തുന്നത്. ഇതാണ് ആ ലേസർ ഷോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നൈസായിട്ട് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു ഈ ലേസർ ഷോ. നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ലേസർ ഷോ കാണുന്നത്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോ കാണുന്നത്. വളരെ ചെറിയൊരു സ്പേസിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ. അപ്പോൾ ഈ ലേസർ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എത്താൻ പോകുന്നത്, കുറച്ച് സമയം അവിടെ നിന്ന്. അപ്പോൾ 2-3 ആളുകളുണ്ടായിരുന്നു അവിടെ, ഇവൻറ്റ് നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഫോൺ അടിച്ചു പോകും, അല്ലെങ്കിൽ ക്യാമറ അടിച്ചു പോകും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് സമയം നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തിട്ട് അവിടെ തന്നെ അവസാനിപ്പിച്ചു. ഇത് പുറകിൽ നിന്നുള്ള വ്യൂ ആണ്, ഈ ലേസർ ഷോൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ ആണിത്. ലേസർ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റ് ഷോയ്ക്കാണ്. ഈ ലൈറ്റ് ഷോയിൽ നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലൈറ്റ് ഷോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസായിരുന്നു. ഈ ലൈറ്റ് ഷോ തന്നെ നമുക്ക് കുറച്ച് മുകളിൽ ഇരുന്നിട്ട് കാണാനൊരു വ്യൂ ആയിട്ടുള്ളതും അതും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ലേസർ ഷോ തന്നെ ഇവരിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ആ ലൈറ്റ് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് എടുക്കുമ്പോൾ നേരെ ചെല്ലുന്നത് ലുലു മാളിൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ
പ്രധാനപ്പെട്ട ലുലു മോളിൽ എന്ത് ഇവൻറ്റ് നടക്കുന്നുണ്ടെങ്കിലും വലിയ ഇവൻ്റൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഇവൻറ്റുകളൊക്കെ നടക്കുന്നത് ഈ റൂഫ് ടോപ്പിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് സ്കൈ ഫോൾ എന്ന് പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം എത്തിയത് ഒരു 5 മണി 5:30 സമയത്താണ്. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് വെക്കേഷനിൽ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാൻ നമ്മൾ ആദ്യം വന്നപ്പോൾ നമ്മളെടുത്ത് ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയിൽ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ചെയ്യാൻ ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വലിയവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അടുത്തതായിട്ട് ഇതാ നമ്മൾ നയാഗ്ര ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾസ് ഒരു ചെറുതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ആളുകൾ വരുന്നുണ്ട്. അത്യാവശ്യം കുട്ടികളൊക്കെ ആയിട്ട് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒന്ന് മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് ഇവരിതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് നയാഗ്ര ഫോൾസ്. ലുലു മോളിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള നയാഗ്ര ഫോൾസാണിത്. കുറച്ച് സമയം അവിടെ നിന്നപ്പോഴേക്കും അതിനു പിന്നെ അവിടെ വെള്ളത്തിൽ ഇറങ്ങാനിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ വേഗം ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അതിനുവേണ്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ്. നമ്മളെന്താണെന്നറിയാതെ ജസ്റ്റ് ആ പാസ് കിട്ടിയപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇവൾ കുറേ ദിവസമായിട്ട് നമ്മളെടുത്ത് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എത്തി. ഇതാണ് അതിപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. സമയം ഇരുട്ടായി തുടങ്ങിയപ്പം ഇപ്പോൾ ലേസർ ലൈറ്റൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ തുടങ്ങി. ഇരുട്ടായി കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാവുന്നൊരു അനുഭവമാണ്. അപ്പോൾ ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങി, ലേസർ തെളിഞ്ഞു തുടങ്ങി. കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. അപ്പോൾ ഈ ആവേശത്തിലൊക്കെ ഇങ്ങനെ കുട്ടികൾ നിൽക്കുമ്പോഴാണ് അടിപൊളി ഒരു ആളെ വരവ്. അതാണ് ഈ ആളാണ് അത് എത്തി. കുട്ടികളൊക്കെ ആവേശം കൊള്ളിച്ചിട്ട് ഒരു റോബോട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു. പിന്നെ എല്ലാവരും റോബോട്ടിൻ്റെ പുറകിൽ, റോബോട്ടിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു, റോബോട്ടിൻ്റെ കൈ കൊടുക്കുന്നു. അടിപൊളി. റോബോട്ടാണെങ്കിൽ നല്ല ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഇരുട്ടായി കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ സ്കൈഫോളിനൊരു പ്രത്യേക ഒരു സൗന്ദര്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലേസർ ഷോയിൽ കളിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു. നല്ല അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. ഇരുട്ടായി കഴിഞ്ഞ് ഈ ലേസറൊക്കെ തെളിഞ്ഞ് നമ്മളെ ഈ സ്കൈഫോൾ കാണുന്നതിൽ. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തണുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കയറിയിരുന്ന് വീണ്ടും ഇത് ആവേശത്തിൽ ഞങ്ങൾ ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ആവേശത്തിൽ വീണ്ടും ഇറങ്ങണം എന്നും പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ നയാഗറ ഫോൾസിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണിത്. ഇപ്പോൾ നൈറ്റിൽ ലൈസറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുടക്കുന്ന കാശിന് അത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർക്ക് വെർത്താകും, കുട്ടികളൊക്കെ ഇറങ്ങി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെർത്താവും. പക്ഷേ ഞാൻ ആർക്കും ഈ ഒരു ഇവൻറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഡിസ്പ്ലേയിൽ ഒരു കുറേ ഇവൻറ്റുകളൊക്കെ അവിടുന്ന് ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഫോം പാർട്ടി അല്ലെങ്കിൽ ചെറിയ മ്യൂസിക് ഇവൻറ്റ്സ്, അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ പോയ സമയത്ത്. പിന്നെ അത്യാവശ്യം സ്നാക്സും കഴിക്കാനൊക്കെ ഇവിടെ നോർമൽ റേറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വെള്ളം അങ്ങനത്തെ, നമുക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വിശപ്പൊക്കെ മാറ്റാനുള്ള സ്നാക്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ചെറിയൊരു ഗെയിം സോണും ഇതിനടുത്ത് തന്നെ ആയിട്ടുണ്ട്. പോപ്കോൺ ഉണ്ട്, ഗെയിം സോണും ചെറുതായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഇവൻറ്റ് കുഴപ്പമില്ല, വലിയ അടിപൊളിയാണെന്നൊന്നും പറയാനില്ല, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ആർക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും താല്പര്യം ഉണ്ടെങ്കിൽ വരിക. കുട്ടിക്ക് ഈ ടിക്കറ്റ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു ഈ ഇവൻറ്റിന് വന്നത്, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിന് വരില്ല, അറിയില്ല. എന്തായാലും അടിപൊളി, കുട്ടികൾക്ക് വരുന്നവർക്കൊരു നല്ല അടിപൊളി ഒരു അനുഭവമായിരിക്കും.